തൃശൂർ വിയൂർ ജില്ലാ ജയിലിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന റിമാൻഡ് പ്രതി മരിച്ചു. തൃശൂർ ചിറ്റിശ്ശേരി സ്വദേശി രേഷ് ബാബുവാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 26-നാണ് രേഷ് ബാബു ജയിലിൽ കുഴഞ്ഞു വീണത്. രേഷ് ബാബു മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നും ശരീരത്തിൽ മർദ്ദനത്തിന് സമാനമായ പാടുകളുണ്ടെന്നും പിതാവ് ബാബു പറഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, അപ്പോൾ ഈ മരണത്തിലൊരു ദുരൂഹതയുണ്ട് എന്നുള്ളതാണോ കുടുംബത്തിന്റെ ആരോപണം? തീർച്ചയായും അനുജ, മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് രേഷ് ബാബുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത്. തൃശ്ശൂരിലെ ചിറ്റിശ്ശേരി സ്വദേശിയാണ്. 33 വയസ്സ് മാത്രമാണ് ഇദ്ദേഹത്തിന് പ്രായമുള്ളത്. ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ആണ് രേഷ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് റിമാൻഡ് ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ ഈസ്റ്റ് പോലീസാണ് ഇത്തരത്തിൽ രേഷ് ബാബുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കുടുംബം പറയുന്നത് മാനസിക ആരോഗ്യത്തിന് കുറവുള്ള ആളാണ്, മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ്, അതിനുവേണ്ടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കം വാങ്ങുന്നയാളാണ് രേഷ് ബാബു എന്നാണ് പറയുന്നത്. അത് പോലീസിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴേക്കും പോലീസ് FIR ഇട്ടിരുന്നു. ഇനി നിങ്ങൾ കോടതിയുമായി ബന്ധപ്പെട്ട് റിമാൻഡ് പ്രതിയെ ജാമ്യത്തിലെടുക്കാനാണ് പോലീസ് നിർദ്ദേശിച്ചത്. എന്തായാലും ആ ഒരു ഘട്ടത്തിലെല്ലാം തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് എല്ലാ ചട്ടങ്ങളും നോക്കി അദ്ദേഹത്തെ മെഡിക്കലെല്ലാം എടുത്താണ് രേഷ് ബാബുവിനെ റിമാൻഡ് ചെയ്തത്. അങ്ങനെയാണ് കഴിഞ്ഞ മാസം 17-ാം തീയതി ഒരു സംഭവം നടക്കുന്നു. 26-ാം തീയതി ആണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് കുടുംബത്തിന് ഒരു ഫോൺ വരുന്നത്. അത് ജയിൽ ജയിലിൽ നിന്നാണ് അങ്ങനെ വരുന്നത്. രേഷ് ബാബു വീണിട്ടുണ്ട്, അദ്ദേഹത്തിന് തീരെ സുഖമില്ല, ആശുപത്രിയിലേക്ക് വരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ വെന്റിലേറ്ററിലായിരുന്നു രേഷ് ബാബു ഉണ്ടായിരുന്നത്. എന്തായാലും മുഖത്ത് കാര്യമായ രീതിയിലുള്ള പാടുകളുണ്ട്, മർദ്ദിച്ച പാടുകളുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും കുടുംബത്തിൻ്റെ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. വിയൂർ പോലീസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പരാതി വന്നതോടുകൂടി ഫോറൻസിക് സർജൻ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മൃതദേഹം സ്കാനിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്ന നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സ്കാൻ ചെയ്തതിനു ശേഷമാണ് കൃത്യമായി മൃതദേഹം വീണ്ടും ആശുപത്രിയിലേക്ക്, മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടക്കും. ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന് മനസ്സിലാകൂ. പക്ഷേ മർദ്ദനമേറ്റാണ് മരണമെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവകരമായ വിഷയം തന്നെയായിരിക്കും. പോലീസ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും. ജയിൽ വകുപ്പും ആഭ്യന്തര വകുപ്പും ഈ വിഷയത്തിൽ വിയൂർ ജില്ലാ ജയിലിൽ കുഴഞ്ഞു വീണ റിമാൻഡ് പ്രതി മരണമടഞ്ഞ സംഭവത്തിലാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം. മർദ്ദനത്തിന് സമാനമായ പാടുകളുണ്ട് എന്നാണ് പിതാവ് ബാബു പറഞ്ഞത്. വെന്റിലേറ്ററിൽ കിടക്കണ്. തൊള്ളയൊക്കെ ഇങ്ങനെ ഈ കനുണ്ട്, ചുണ്ട് ഇങ്ങനെ കിടക്കണ്, നാവ് ഇങ്ങനെ കിടക്കണ്, പല്ല് ഇവിടെയൊക്കെ ചോര, ഒരു അനക്കല്ല. ഇവിടെ നിന്നൊരു ശ്വാസം മാത്രം ഇങ്ങനെ അനക്കുള്ളൂ. വിളിച്ചിട്ടൊന്നും അനക്കണില്ല. പിന്നെ ആകെ ഒരു പന്തികടി ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ്. പരിശോധിച്ചോ അതൊന്നും ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. അവർ മൂടി കെട്ടുകാരൻ ഞങ്ങൾക്ക് അതൊന്നും നോക്കിയില്ലേ. മുഖത്തിൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് സംശയം. നമ്മൾ ഇടിച്ചിട്ട് ഒരാളെ മുഖത്ത് എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് കാണുന്നത്. അതിന് അവർ ചെയ്തതാണോ അതിന് ഇവൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ചെയ്തതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.